ഹലോ വെൽക്കം ടു അവർ ചാനൽ എഡ്യൂക്കേഷൻ ദ വെപ്പൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട് മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവർ എന്തായാലും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം കാണാനായി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും കാണണം. അതുപോലെ സജഷനായിട്ടും കൊടുക്കാം, സ്ക്രീൻ എൻഡ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ എല്ലാവരും അത് കാണണം. കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗം നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിതിൽ പറയുന്ന നോട്ട്സ് പോലെ തരുന്ന കാര്യങ്ങൾ മാത്രം മതി കേട്ടോ എക്സാമിന് നിങ്ങൾക്ക് എഴുതി ക്ലിയർ ചെയ്യാനായിട്ട്. അതായത് അതിൽ പാസ്സാവാനായിട്ട്, നല്ല മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾക്കിതിൽ പറയുന്ന ആ ഒരു ഭാഗങ്ങൾ മാത്രം മതി. അല്ലാതെ വേറെ നോട്ട് ഉണ്ടാക്കി പഠിക്കണം എന്നൊന്നും ഇല്ല. ഈ നോട്ട്സ് തന്നെ നിങ്ങൾ എഴുതിയെടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ എലമെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചും അതുപോലെ ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്, ടൈപ്സ് ഓഫ് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് കൂടെ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് എപ്പോഴും 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങളുടെ ഓപ്ഷണൽ ക്ലാസ്സുകളിലും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജി എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ സിൻടാക്സ് എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്തും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലാതെ കോമൺ ആയിട്ടുള്ള മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ എലമെൻ്റ് എന്താണെന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എലമെൻറ്റുകൾ 6 എണ്ണാണുള്ളത്. 1 ഫോക്കസ്, 2 സിൻടാക്സ്, 3 സോഷ്യൽ സിസ്റ്റം, 4 പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, 5 സപ്പോർട്ട് സിസ്റ്റം, 6 അപ്ലിക്കേഷൻ. ഇനി ഇവ ഓരോന്നും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് മോഡലിൻ്റെ സെൻട്രൽ ആസ്പെക്റ്റ് ആണ്. നമ്മളിപ്പോൾ ടീച്ചിങ് മോഡലിൻ്റെ തന്നെയല്ല, മറ്റെന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം, വേണ്ടേ? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന ഒരു ഫോക്കസോട് കൂടിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ടീച്ചിങ് മോഡലിലും എന്തുണ്ട്, ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റ് ജനറലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ഫോക്കസ് ഓഫ് ദ മോഡൽ. ഫോക്കസ് ഓഫ് ദ മോഡലിൽ കൂടുതലായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതോടൊപ്പം തന്നെ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റ് എങ്ങനെയുള്ളതാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഫോക്കസ് എന്ന് പറയുന്ന എലമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ടീച്ചിങ് മോഡലിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, ഫോക്കസ് ആണ്. അതായത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നത് ഈ പറയുന്ന ഈ ഫോക്കസിനെ സംബന്ധിച്ചാണ്. ഫോക്കസ് നോക്കിക്കൊണ്ടാണ് ബാക്കി വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനും സോഷ്യൽ സിസ്റ്റവും അതുപോലെ സിൻടാക്സും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്താണ് എന്നൊരു കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുക, എന്നിട്ടാണ് ബാക്കിയെല്ലാം മുന്നോട്ട് പോവുക, അല്ലേ? അപ്പോൾ ഫോക്കസ് ആണ് ഒരു ടീച്ചിങ് മോഡലിൻ്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സിൻടാക്സ്. സിൻടാക്സ് എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ ആക്ഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് സിൻടാക്സ്. നമ്മൾ കുറേ തിയററ്റിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ ഓരോ മോഡലും നമ്മളത് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അവിടെ എന്തെല്ലാം ഫേസസ് ഉണ്ടാകും മോഡലിന്, അത് ഏത് സീക്വൻസിലാണ് പോകുന്നത്, അതുപോലെ എന്തെല്ലാം സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ആ ഒരു മോഡൽ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മോഡലിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ സീക്വൻസ് എങ്ങനെയാണ്, ഫേസ് എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഫേസസ് എന്നുള്ളതിൻ്റെ PHASES ആണ് കേട്ടോ, FACES എന്നല്ല. അത് ഈ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ്. PHASES ആണ് ഫേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്, ക്ലാസ് റൂമിലെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ
ചില ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറും കുട്ടിയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോൾ തീരെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയായിരിക്കും പോകുന്നുണ്ടാവുക, ചിലപ്പോൾ ഒരു മീഡിയം രീതിയിലായിരിക്കും പോകുന്നുണ്ടാകുക. ഇതൊക്കെ തന്നെ എന്താണ്, സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ കൺസേൺ ചെയ്യുന്നത് എന്താണ്, ടീച്ചറുടെയും കുട്ടിയുടെയും ആക്ടിവിറ്റീസ് ആണ്. അതൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പിലാണ് അത് പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില മോഡലിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും ഉണ്ടാവുക. അതായത് ഹൈ സ്ട്രക്ചേർഡ് ആയിരിക്കും, കുട്ടി പാസീവായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇനി ചില സിറ്റുവേഷനിൽ കുട്ടിക്കായിരിക്കും ഹൈ റോൾ, അതായത് കുട്ടിയായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇത് കുട്ടിയെ ആക്റ്റീവ് ആയിരിക്കും, വളരെ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതൊരു ലോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എൻവയോൺമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ടീച്ചറും കുട്ടിയും കൂടെ ഒരുപോലെ, അതായത് ഈക്വൽ റോള് പ്ലേ ചെയ്യുന്ന ക്ലാസ് റൂമുകളും ഉണ്ടാകാം, അതായത് അങ്ങനെയുള്ള മോഡൽസും ഉണ്ടാകാം. അങ്ങനെയുള്ള മോഡലുകളെ അങ്ങനെയുള്ള മോഡലിന്റെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് മോഡറേറ്റ് സോഷ്യൽ സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സ്ട്രക്ചർ ആയിരിക്കും ആ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് എന്ത് പോകുന്നത്, ഒരു സോഷ്യൽ സിസ്റ്റം പോകുന്നത്: ഹൈ സ്ട്രക്ചേർഡ്, മോഡറേറ്റ് സ്ട്രക്ചേർഡ് ആൻഡ് ലോ സ്ട്രക്ചേർഡ്. ഇനി ഈ പറയുന്ന സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എലമെന്റ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ് റൂം ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ ആണ് എന്നുള്ളൊരു അസംഷനിലാണ്. നമ്മുടെ ക്ലാസ് റൂം എപ്പോഴും ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ ആണ്. അങ്ങനെ ഒരു അസംഷനിലാണ് എന്ത് പോകുന്നത്, സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന എലമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്ന ഒരു സ്ട്രാറ്റജിയും ടാക്ടിക്സും എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്, ഈ സോഷ്യൽ സിസ്റ്റം എന്നൊരു എലമെന്റിൽ വരുന്നുണ്ട്. ഇനി ടീച്ചിങ് ഇംപ്രസീവ് അതുപോലെ തന്നെ സക്സസീവ് ആക്കാനായിട്ട് എപ്പോഴും സോഷ്യൽ സിസ്റ്റം ഒരു സെൻട്രൽ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ടീച്ചിങ് നല്ല രീതിയിലാകാൻ, നല്ല രീതിയിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, സോഷ്യൽ സിസ്റ്റം ഒരു നല്ല റോള് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സിസ്റ്റം ആണ് ഒരു നല്ലൊരു എലമെന്റ് ആയിട്ട് എന്തിൽ പറയുന്നത്, ടീച്ചിങ് ഇംപ്രസീവ് ആക്കാനും സക്സസ്ഫുൾ ആക്കാനും സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. ഇതെന്ന് പറയുന്നത് കുട്ടികളോട്, അതായത് അധ്യാപകൻ കുട്ടികളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിലുള്ള റൂൾസ് എല്ലാമാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനിൽ പറയുന്നത്. ഓരോ കുട്ടിയും റെസ്പോണ്ട് ചെയ്യുമ്പോൾ അധ്യാപകൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. ഒരു കുട്ടി കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിനെങ്ങനെ പ്രതികരിക്കണം, കുട്ടി ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അധ്യാപകൻ എങ്ങനെ പ്രതികരിക്കണം. അങ്ങനെ ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലും പറയുന്നുണ്ട് എങ്ങനെയാണ് അധ്യാപകൻ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡലിലൊക്കെ ഒരു ഡിബേറ്റ് ബേസിലായിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോൾ പറഞ്ഞു പോകുമ്പോൾ കുട്ടി അങ്ങോട്ട് റേസ് ചെയ്യുന്നുണ്ടാകാം, കുട്ടി അങ്ങോട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആർഗ്യുമെന്റ്സ് പറയുമ്പോൾ അധ്യാപകൻ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് ആ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ എലമെന്റിൽ പറയുന്നുണ്ടാവും, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനിൽ പറയുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ കുട്ടിയുടെ റെസ്പോൺസിന് അധ്യാപകൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നതിന്റെ റൂൾസും, അതുപോലെ തന്നെ ഒരു കുട്ടിയെ എങ്ങനെ പരിഗണിക്കണം, അതുപോലെ കുട്ടിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഒരു എലമെന്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, സെലക്റ്റീവ് ആയിരിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന എലമെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം. സപ്പോർട്ട് സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സപ്പോർട്ടിംഗ് കണ്ടീഷൻ റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദ മോഡൽ. മോഡല് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം ആവശ്യമായി വരുന്നോ, എന്തൊക്കെ സപ്പോർട്ടിംഗ് കണ്ടീഷൻസ് വേണോ, അതെല്ലാമാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥാക്കുന്നത് നമ്മുടെ ഹ്യൂമൻ സ്കിൽസിനേക്കാൾ മുകളിലായിട്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെ അഡീഷണൽ റിക്വയർമെന്റ്സ് വേണമോ, അതായത് കപ്പാസിറ്റീസ്, ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ വേണമോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്സ്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സ് മാത്രമല്ല, പുറമേയുള്ള എക്സ്ട്രാ റീഡിംഗ് ഉള്ള ബുക്സ് എല്ലാം, അതുപോലെ ഫിലിംസ്, ദെൻ ട്രാവൽ ചെയ്യുന്നത്, എക്സിബിഷൻ കാണാൻ പോകുന്നത്, ഇതൊക്കെ തന്നെ കുട്ടിയെ പഠിപ്പിക്കുന്ന ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റംസ് ആണ്. അത് ഏത് ടോപ്പിക്കാണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലാണോ പോകുന്നത്, അപ്പോൾ ആ മോഡൽസ് ഓഫ് ടീച്ചിങ് ചെയ്യാൻ എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം വേണമോ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ഈ പറയുന്ന എലമെന്റ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് സപ്പോർട്ട് സിസ്റ്റം എന്നൊരു എലമെന്റ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻ. അതായത് നമ്മൾ എന്ത് കാര്യം പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ടീച്ചിങ് മോഡലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ യൂട്ടിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന കാര്യമാണ് അപ്ലിക്കേഷൻ എന്നൊരു എലമെന്റിൽ വരുന്നത്. അപ്പോൾ ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചാലും അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എന്താണ് എന്നുള്ളത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ ഇവിടെ ഈ പറയുന്ന എലമെന്റിലെ അപ്ലിക്കേഷന്റെ സ്ഥലത്ത് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് അല്ലെങ്കിൽ നർച്ചറന്റ് എഫക്റ്റ് എന്ന് കാണും. അതും ഈ അപ്ലിക്കേഷൻ തന്നെയാണ്. ആ അപ്ലിക്കേഷന്റെ വേറൊരു പേര്, രണ്ട് പേരിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇൻസ്ട്രക്ഷണൽ എഫക്റ്റും നർച്ചറന്റ് എഫക്റ്റും എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്, അവിടെ ഞാൻ വിശദമാക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റും നർച്ചറന്റ് എഫക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്ലിക്കേഷൻ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ എലമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എലമെന്റിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ആദ്യം നമ്മൾ ഫോക്കസ് പറഞ്ഞു, പിന്നെ സിൻടാക്സ് പറഞ്ഞു, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ പറഞ്ഞു, then സപ്പോർട്ട് സിസ്റ്റം പറഞ്ഞു, അറ്റ് ലാസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനും പറഞ്ഞു. ഇവിടെ എലമെന്റ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ആണ് അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഡ്രോയിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടന്റ് എല്ലാം കൂടെ നമ്മൾ ഒന്ന് ബ്രീഫാക്കി പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മതി. അത് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ആണ് എഫക്ട്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ജോയ്സ് ആൻഡ് വെയിൽ പറഞ്ഞിരിക്കുന്ന 2 എഫക്റ്റുകളുമുണ്ട്. ദെൻ ബെന്തുര ആൻഡ് വോൾട്ടേഴ്സ് പറഞ്ഞിട്ടുള്ള 3 എഫക്റ്റുകളുമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റും നർച്ചറന്റ് എഫക്റ്റും ഇവിടെ പറയാന്നുള്ളത്. ജോയ്സ് ആൻഡ് വെയിൽ പറയുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് 2 എഫക്റ്റ് ഉണ്ടെന്നാണ്. ഒന്ന് നർച്ചറന്റ് എഫക്റ്റ്, മറ്റൊന്ന് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ്. ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണ്, ലേണറിനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അത് പിന്നീട് അവൻ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവൻ ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ആണ്. ഞാനത് പഠിപ്പിച്ചത് കൊണ്ട് അവനത് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇക്വേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ആ ഇക്വേഷനിലൂടെ ഇങ്ങനെ ചെയ്താൽ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറയുന്നു. അവനൊരു പ്രോബ്ലം കിട്ടുന്നു. ആ പ്രോബ്ലത്തിന് അവൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ആണ്. അതായത് ഒരു കൊഗ്നിറ്റീവ് എഫക്റ്റ് അഥവാ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ളൊരു എഫക്റ്റ് ആണ്. ഇനി നർച്ചറന്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു ഹിഡൻ എഫക്റ്റ് ആണ്. ഇനി അതും അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് എഫക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ, നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, പ്രോബ്ലം കുട്ടി സോൾവ് ചെയ്യുന്നു, അതുവരെ ഓക്കെ. പക്ഷെ ലൈഫിലോട്ട് വരുമ്പോൾ അത് അവൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യം, ഇപ്പോൾ ഒരു കടയിൽ പോകുന്നു, നമ്മൾ അഡീഷൻ ആണ് പഠിപ്പിച്ചത്, അത് ഉപയോഗിച്ചുകൊണ്ട് അവന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്ര രൂപ കൊടുത്താൽ ഇത്ര രൂപ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ മേടിച്ചാൽ ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അവൻ്റെ എന്താണ്? അവൻ്റെ നർച്ചറന്റ് എഫക്റ്റ് ആണ്. അവൻ തന്നെ ഇതാക്കുന്നതാണ്. അതായത് ഇംപ്ലിസിറ്റ് ആണ്. നമുക്കത് ചിലപ്പോൾ അവൻ എത്രത്തോളം അറിയാമെന്നൊന്നും കാണാനൊന്നും പറ്റില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും അതുപോലെ വനങ്ങൾ നശിപ്പിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും വനങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നു. കുട്ടിയെല്ലാം മനസ്സിലാക്കുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതേ കുട്ടി തന്നെ ഒരു മരം നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ വനങ്ങൾ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ പ്രവർത്തിക്കുക, അതൊക്കെ വരുമ്പോൾ അവിടെ ഒരു നർച്ചറന്റ് എഫക്റ്റിലേക്ക് അത് വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് അഥവാ നർച്ചറന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ബെന്തുര ആൻഡ് വോൾട്ടേഴ്സ് പറയുന്ന 3 എണ്ണം. മോഡലിംഗ് എഫക്റ്റ്, ഇൻഹിബിറ്ററി ആൻഡ് ഡിസിൻഹിബിറ്ററി എഫക്റ്റ് ആൻഡ് എലിസിറ്റിംഗ് എഫക്റ്റ്. ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പഠിക്കാൻ ഇല്ലാത്തതാണ്, പക്ഷെ എങ്കിൽ പോലും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ബെന്തുര ആൻഡ് വോൾട്ടേഴ്സ് പറയുന്ന ആദ്യത്തെ എഫക്റ്റ് മോഡലിംഗ് എഫക്റ്റ് ആണ്. ലേണർ എന്ത് അക്വയർ ചെയ്യുന്നു? പുതിയ തരത്തിലുള്ള റെസ്പോൺസ് പാറ്റേൺ അക്വയർ ചെയ്യുക. ഒരു മോഡൽ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഓരോ മോഡൽ കണ്ടതുകൊണ്ട് ഒരു പുതിയ കാര്യം കുട്ടി
അക്വയർ ചെയ്യാണ്, പുതിയൊരു റെസ്പോൺസ് പാറ്റേൺ കുട്ടി അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മോഡലിംഗ് എഫക്റ്റ് ആണ്. ഇനി ഇൻഹിബിറ്ററി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിക്ക് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ ആ കുട്ടി മുൻപ് പഠിച്ച ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഏതെങ്കിലും ഒരു മോഡൽ നമ്മൾ കാണുന്നു, ആ കണ്ട മോഡലിൽ നിന്ന് അല്ലെങ്കിൽ ആ മനസ്സിലാക്കിയ മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളോ അറിവുകളോ നിരീക്ഷണങ്ങളോ മുൻപ് ആ കുട്ടി പഠിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവനെ തടയുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ്. ഇനി ഡിസ്ഇൻഹിബിറ്ററി എഫക്റ്റ് എന്താണ്? ചില ടീച്ചിങ് മോഡൽ പഠിക്കുമ്പോൾ കുട്ടി എന്താണ് മുൻപ് പഠിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയപ്പെടുമ്പോൾ, ഡിസ്ഇൻഹിബിറ്ററി എന്ന് പറയുമ്പോൾ ചില മോഡലിലൂടെ മുൻപ് പഠിച്ച അല്ലെങ്കിൽ മുൻപുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. അതായത് ആ ഒരു ബിഹേവിയറിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ഡീവിയൻ ബിഹേവിയർ തിരിച്ചു വരുന്നതിനെ അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും നമ്മൾ ആ ബിഹേവിയറിലേക്ക് പോകുന്നതിനെയാണ് ഡിസ്ഇൻഹിബിറ്ററി എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് എന്താവുകയാണ്? ഒന്ന് മുൻപുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറുന്നു, മറ്റത് മുൻപ് മാറ്റപ്പെട്ട ആ രീതിയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. ഇങ്ങനെ രണ്ട് എഫക്റ്റ് ആണ് പിന്നീട് ഉണ്ടാകുന്നത്. അടുത്തതാണ് എലിസിറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റെസ്പോൺസ് റിയലൈസ് ചെയ്യാനുള്ള ഒരു ക്ലൂ മാത്രം പഠിതാവിന് ഇതിൽ നിന്ന് കിട്ടുന്നു, മോഡൽസിലൂടെ ലഭിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ റെസ്പോൺസ് എന്താണ് എന്ന് മനസ്സിലാക്കുക, ഇത് എലിസിറ്റ് ചെയ്യാനുള്ള ഒരു ക്ലൂ എന്ത് കിട്ടുന്നു? പഠിതാവിന് കിട്ടുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലൂടെയാണ്. അത് ഒരു എഫക്റ്റ് ആണെന്നാണ് ബെന്തുരയും വാൾട്ടേഴ്സും പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എഫക്ട്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഒന്ന് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ആൻഡ് നർച്ചറന്റ് എഫക്റ്റ് ബൈ ജോയ്സ് ആൻഡ് വെയിൽ, then modeling effect, inhibitory and disinhibitory effect, eliciting effect by ബെന്തുര and വാൾട്ടേഴ്സ്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്. ഒന്നാമത്തതാണ് ഫിലോസഫിക്കൽ ടീച്ചിങ് മോഡൽ. ഫിലോസഫിക്കൽ ടീച്ചിങ് മോഡൽ, അതായത് ഒരുപാട് മോഡൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതായത് 3 മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് ഉള്ളത്. അതിൽ 2 നമുക്ക് പഠിക്കാനില്ല, നമുക്ക് മോഡേൺ മോഡൽസ് ഓഫ് ടീച്ചിങ് മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് ഫിലോസഫിക്കൽ ടീച്ചിങ് മോഡൽ, 2 സൈക്കോളജിക്കൽ മോഡൽസ് ഓഫ് ടീച്ചിങ് മോഡൽ, ദെൻ 3 മോഡേൺ ടീച്ചിങ് മോഡൽ. അതിൽ ഫിലോസഫിക്കൽ ടീച്ചിങ് മോഡലിൽ വരുന്നതാണ് ഒന്ന് ദ ഇൻസൈറ്റ് മോഡൽ ബൈ പ്ലാറ്റോ, 2 ഇംപ്രഷൻ മോഡൽസ് ഓഫ് ടീച്ചിങ് ബൈ ജോൺ ലോക്ക്, 3 ദ റൂൾ മോഡൽ ബൈ കാന്റ്. ഇങ്ങനെ 3. ദെൻ സൈക്കോളജിക്കൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നതാണ് ബേസിക് ടീച്ചിങ് മോഡൽ ബൈ റോബർട്ട് ഗ്ലേസർ, ദെൻ ഇൻട്രാക്ഷൻ മോഡൽസ് ഓഫ് ടീച്ചിങ് എൻ.എ. ഫ്ലാൻഡർ, ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് മോഡൽ ബൈ ഡാനിയൽ ഡേവിസ്. ഇങ്ങനെ കുറച്ചെണ്ണം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യമില്ല, നമുക്ക് മോഡേൺ മോഡൽസ് ഓഫ് ടീച്ചിങ് മാത്രം പഠിച്ചാൽ മതി. മോഡേൺ ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോയ്സ് ആൻഡ് വെയിൽ ആണ്. മോഡേൺ മോഡൽസ് ഓഫ് ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ് എല്ലാം കൂടെ ചേർത്ത് 21 എണ്ണമാണുള്ളത്. 21 ടീച്ചിങ് മോഡലാണ് ജോയ്സ് ആൻഡ് വെയിൽ പറയുന്നത്. അത് എല്ലാത്തിനെയും ആ 21 എണ്ണത്തിനെയും കൂട്ടിയിട്ട് ജോയ്സ് ആൻഡ് വെയിൽ എന്ത് ചെയ്തു? 4 ഫാമിലീസിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തി. അവരുടെ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന എഡീഷനിലൂടെ അത് 4 ഫാമിലിയുടെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന 4 ഫാമിലീസ് ആണ് ഒന്ന് ദ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് ഓർ ഫാമിലി, the personal models or family, the social interaction models or family, the behavior modification or system models or family. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കണം. അതിൽ ആദ്യത്തേതാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് ഓർ ഫാമിലി. ഇത് ചിലപ്പോഴൊക്കെ വളരെ റയർ ആയിട്ടൊക്കെ 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൂടുതലും എലമെന്റ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡൽ കൂടുതൽ കൺസേൺ ചെയ്യുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് ഏത്? ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് എന്ന് പറയുന്നത്. അവിടെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഈ ഒരു മോഡൽ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ഇൻഫോർമേഷനും എൻവിയോൺമെന്റിൽ നിന്ന് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്ന ഒരു മെത്തേഡാണ് ഇതിൽ പറയുന്നത്, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ പറയുന്നത്. ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റീനെയാണ്.
The models are concerned with the ability of the learner to observe, organize data, understand information, form concepts, employ verbal and non-verbal, simple and solve problems. എന്താണ് പറയുന്നത്? ഈ മോഡൽ കൂടുതലും കൺസേൺ ചെയ്യുന്നത് എന്താണ്? എങ്ങനെ ഒരു ലേണർക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നു, എങ്ങനെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഒരു ഇൻഫോർമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നു, എങ്ങനെ ഓരോ കോൺസെപ്റ്റ് ഫോം ചെയ്യാൻ പറ്റുന്നു, അതുപോലെ വേർബലായിട്ടോ അല്ലെങ്കിൽ നോൺ വേർബലായിട്ടുള്ള സിമ്പിൾസ് എങ്ങനെ കുട്ടിക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡലിലൂടെ പറയുന്നത്. എംപ്ലോയ് വേർബൽ ആൻഡ് നോൺ വേർബൽ സിമ്പിൾ ആണ്, SYMBOL, സിമ്പിൾ അല്ല, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് ഓർ ഫാമിലിയിൽ പറയാനുള്ളത്. അതായത് ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിനെയാണെന്ന് ഓർത്ത് വെക്കുക, അഥവാ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെയാണ്. ഇനി ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ് ഓർ ഫാമിലിയിൽ വരുന്ന മോഡലുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇൻഡക്റ്റീവ് തിങ്കിങ് ബൈ ഹിൽഡ താബയുടെ ഇൻഡക്റ്റീവ് തിങ്കിങ്, ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് ബൈ ജെറോം എസ് ബ്രൂണർ, ദെൻ അഡ്വാൻസ് ഓർഗനൈസർ ബൈ DP Ausubel, then scientific inquiry by Joseph Schwab, then syntax by Bill Gordon, mnemonics by Presley, Levy and Anderson, then inquiry training by Richard Suchman. ഇത്രയുമാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ വരുന്ന മോഡലുകൾ. ഇതിലെല്ലാം ഒന്നും നമുക്ക് പഠിക്കാനില്ല, പഠിക്കാനുള്ളത് നമുക്ക് പതുക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം പഠിക്കാം. നെക്സ്റ്റ് ആണ് ദ പേഴ്സണൽ മോഡൽ ഓർ ഫാമിലി. പേഴ്സണൽ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പേഴ്സണെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വ്യക്തിക്കാണ് പ്രാധാന്യം അല്ലേ. അപ്പോൾ വ്യക്തിയുടെ സെൽഫ്ഹുഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ അസിസ്റ്റ് ചെയ്യുന്ന മോഡലുകളാണ് പേഴ്സണൽ മോഡൽസ് അഥവാ പേഴ്സണൽ ഫാമിലി എന്ന് പറയുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിൻ്റെ ഇമോഷണൽ ലൈഫാണ്. ഓക്കെ, ഇമോഷണൽ ലൈഫിനെയാണ് കൂടുതൽ എന്ത് പ്രാധാന്യം കൊടുക്കുന്നത്? പേഴ്സണൽ മോഡൽ ഓർ ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഇൻറ്റഗ്രേറ്റ് ആകാൻ, കോൺഫിഡൻ്റ് ആകാൻ, അതുപോലെ കോമ്പിറ്റൻറ്റ് പേഴ്സണാലിറ്റി ആകാൻ എന്ന രീതിയിലാണ് ഈ പറയുന്ന ഫാമിലി എംഫസൈസ് കൊടുക്കുന്നത്. അങ്ങനെ എങ്ങനെ ഇൻഡിവിജ്വലിനെ മാറ്റിയെടുക്കാം എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് അതിൽ വരുന്ന ഓരോ മോഡലുകൾ. ഒന്ന്, നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് ബൈ കാൾ റോജേഴ്സ്, ദെൻ എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം ബൈ എബ്രഹാം മാസ്ലോ, ദെൻ അവയർനെസ് ട്രെയിനിങ് മോഡൽ ബൈ WS ഫിറ്റ്സ്. ഇത്രയും മൂന്നെണ്ണമാണ് ദ പേഴ്സണൽ മോഡൽസ് ഓർ ഫാമിലിയിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ദ ബിഹേവിയറൽ സിസ്റ്റം മോഡൽ ഓർ ഫാമിലി. ബിഹേവിയറൽ സിസ്റ്റം ഓർ മോഡൽ ഓർ ഫാമിലി. ഇവിടെ വരുമ്പോൾ ആ ഒരു ബിഹേവിയറിനെ നിങ്ങൾ ആലോചിക്കുക. ഒരു ബിഹേവിയർ മാറ്റിയെടുക്കാൻ, അതായത് ഒരു ബിഹേവിയർ മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ബിഹേവിയർ കുട്ടിയെ പഠിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മോഡലുകളാണ് ബിഹേവിയറൽ സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ എംഫസൈസ് എന്തിനാണ്? ചേഞ്ചിങ് ദ വിസിബിൾ ബിഹേവിയർ ഓഫ് ദ ലേണർ. കുട്ടിയുടെ നമുക്ക് കാണാൻ പറ്റുന്ന ചില ബിഹേവിയറുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ചിലതിനെ കൊണ്ടുവരികയും ചെയ്യുക എന്ന കാര്യമാണ് എന്തിൽ വരുന്നത്? ബിഹേവിയറൽ സിസ്റ്റം മോഡലിൽ വരുന്നത്. ഈ ഒരു മോഡല് ബിലോങ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് മോഡലാണ്. നമുക്കറിയാം ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് എല്ലാ ബിഹേവിയർ തിയറീസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഒപ്പറന്റ് കണ്ടീഷനിൽ കൂടുതൽ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഒരു കാര്യത്തിലാണ്, ആ ഒരു മോഡലിലാണ് ഈ ഒരു ഫാമിലി ബിലോങ് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ബിഹേവിയർ സിസ്റ്റം മോഡല് ബിലോങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ വരുന്ന ഫാമിലീസ് ആണ്. ഒന്ന്, മാസ്റ്ററി ലേണിംഗ് ബൈ ബെഞ്ചമിൻ എസ് ബ്ലൂം, സിമുലേഷൻ ബൈ കോൾ സ്മിത്ത് ആൻഡ് മേരി സ്മിത്ത്, then social learning by ആൽബർട്ട് ബെന്തുര, then programmed learning by BF സ്കിന്നർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബിഹേവിയർ സിസ്റ്റം മോഡൽ ഓർ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽസ് ഓർ ഫാമിലി. അവിടെ തന്നെ അറിയാം, അവിടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിരിക്കും പ്രാധാന്യം ഉണ്ടാവുക. ഇൻഡിവിജ്വൽ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു സൊസൈറ്റിയോട് എങ്ങനെയാണ്, മറ്റുള്ളവരോട് എങ്ങനെയാണ്, സ്വന്തമായിട്ട് എങ്ങനെയാണ് എന്ന കാര്യങ്ങളെല്ലാം എംഫസൈസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഏത്? സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഫാമിലി അങ്ങനെയാണ്.
ഇനി എന്തായിരിക്കും ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ മോഡലിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? കുട്ടികളെ ഒരുമിച്ച് വർക്ക് ചെയ്യിക്കുക, അതുപോലെ അവരെ ഐഡന്റിഫൈ ചെയ്യിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യിക്കുക. അത് ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ മോഡൽസ് അഥവാ ഫാമിലിയിൽ വരുന്നത്. അപ്പൊ കുട്ടികളെ ഒരുമിച്ച് വർക്ക് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ ഒരു പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി അത് സോൾവ് ചെയ്യാനും, അത് അക്കാഡമിക് ആയിക്കോട്ടെ സോഷ്യൽ നേച്ചർ ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല, കുട്ടികൾ തന്നെ ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള മോഡൽസ് ഓഫ് ടീച്ചിങ്ങുകളാണ് സോഷ്യൽ ഇന്ററാക്ഷൻ മോഡൽസ് അഥവാ ഫാമിലിയിൽ ഉൾപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്ന്, പാർട്ട്നേഴ്സ് ഇൻ ലേണിംഗ്, ഡേവിഡ് ജോൺസൺ, റോജർ ജോൺസൺ. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, ജോൺ ഡ്യൂയി, ഹെർബർട്ട് തെലൻ. Then role playing model by Fanny Schaffel. Then jurisprudential inquiry model by Donald Oliver and James Shaver. ഇത്രയുമാണ് സോഷ്യൽ ഇന്ററാക്ഷൻ മോഡൽസ് ഓർ ഫാമിലിയിൽ വരുന്നത്. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആയിരുന്നു. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഏത് ഫാമിലിയെ കുറിച്ച്? ഇൻഫോർമേഷൻ പ്രോസസ്സിങ്, കൊഗ്നിറ്റീവ് ആണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞു പേഴ്സണൽ ഫാമിലി, അത് നമ്മുടെ വ്യക്തിക്കാണ് പ്രാധാന്യം വരുന്നത്. ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലിയിൽ എന്തായിരുന്നു? സൊസൈറ്റിയും ഇൻഡിവിജ്വലും തമ്മിലുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം വരുന്നത്. ദെൻ ബിഹേവിയറൽ ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തായിരുന്നു? ബിഹേവിയറൽ ചേഞ്ച്, വിസിബിൾ ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ആ ഫാമിലീസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലെല്ലാം പറഞ്ഞു പോയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്. ഒന്ന്, ഇറ്റ് ഈസ് എ നാച്ചുറൽ വേ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ്ങും ലേണിങ്ങും ചെയ്യാനുള്ള ഒരു നാച്ചുറൽ വേ ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് ദ പവർ ഓഫ് ഇമാജിനേഷൻ ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ഇമാജിനേഷൻ കൂട്ടാനായിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ റീസണിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു ഒബ്സർവർ ആക്കി മാറ്റാനായിട്ട് കുട്ടിയെ സഹായിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റിയെ കുട്ടിയെ ആക്റ്റീവാക്കി വെക്കുക. മറ്റുള്ള ട്രഡീഷണൽ സിസ്റ്റത്തിലൊക്കെ പാസീവായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവാക്കി വെക്കാൻ സഹായിക്കുക. അതുപോലെ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിസഡ്വാൻറ്റേജസ്. ഒന്ന്, കീപ് ഹൈ ഡിമാൻഡ്സ് ഓൺ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. കുട്ടികളിലും അധ്യാപകരിലും ഒരുപാട് ഡിമാൻഡുകൾ വെക്കുന്നുണ്ട് മോഡൽസ് ഓഫ് ടീച്ചിങ്. കാരണം നമ്മൾ കണ്ടിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷനിൽ പറഞ്ഞിരുന്നു, ചില മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചർക്കായിരിക്കും റോള് കൂടുതൽ, ചിലത് കുട്ടിക്കായിരിക്കും റോള് കൂടുതൽ, ചിലപ്പോൾ രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ കുട്ടിക്കാണെങ്കിലും ടീച്ചർക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? ബിഹേവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ഹൈ ഡിമാൻഡ് ഉണ്ട് അവിടെ. ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായ സ്ട്രക്ചറോട് കൂടിയിട്ടാണ് ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങും ഉള്ളത്. അപ്പോൾ അത് കൃത്യമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിമാൻഡുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് പറയുന്ന, അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ് പറയുന്ന ഡിമാൻഡിലൂടെയൊക്കെ നമ്മൾ പോകണം. അപ്പോൾ ടീച്ചറുടെ മുകളിലായിക്കോട്ടെ കുട്ടിയുടെ മുകളിലായിക്കോട്ടെ ഹൈ ഡിമാൻഡ്സ് ആണ് എന്തിനുള്ളത്? മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് ഉള്ളത്. ഇനി വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എല്ലാ കുട്ടികളും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ശ്രദ്ധിച്ചറിയാൻ പറ്റും പല കുട്ടികളും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇത് മൂന്നാമതായിട്ടൊരു പോയിന്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഷൈ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസിറ്റ്സും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രോബാക്സ് കൂടെ ഏതിനുണ്ട്? മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനുണ്ട്. ഒന്ന്, ഹൈ ഡിമാൻഡാണ് ടീച്ചർക്കും കുട്ടികൾക്കും. രണ്ടാമത്തെ എന്താണ്? എല്ലാ കുട്ടികളും ആക്റ്റീവായിട്ട് എൻഗേജ് ആകണം എന്നില്ല. അതിൽ പ്രത്യേകിച്ച് ഷൈ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിലേക്ക് എൻഗേജ് ആകാൻ സാധ്യമല്ല, ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടതായിരുന്നു. നമ്മൾ ഇന്ന് എലമെന്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഫാമിലീസ് നോക്കി, അതിനുശേഷം നമ്മൾ നോക്കിയത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഫക്ട്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങും നോക്കി. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സമ്മറി നോക്കൂ. ആദ്യം നമ്മൾ പറഞ്ഞു മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താ? ലേണിംഗ് തിയറിയിലാണ്. അതുപോലെ എന്ത് ഡെവലപ്പ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷണൽ തിയറീസ് ഡെവലപ്പ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അതുപോലെ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 ഫാമിലികളായിട്ടാണ്. ഒന്ന് ബിഹേവിയറൽ, ദെൻ സോഷ്യൽ, ദെൻ പേഴ്സണൽ, ദെൻ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ്.
ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് ഓർ നർച്ചറന്റ് എഫക്ട് ഓർ അപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയുമാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നന്നായി തന്നെ പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങും പഠിക്കാം നമുക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ്, അതായത് നമ്മൾ അവിടെ നിർത്തിയിട്ടുള്ള സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ടായിരുന്നു, അതും ഇതോടൊപ്പം തന്നെ പഠിച്ചു പോകാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.